അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്കും സുഖമാണ്. എന്ത് പെട്ടെന്നാണെന്നറിയാമോ ശനിയാഴ്ച ആകുന്നത്, ബുധനാഴ്ച പെട്ടെന്നാകും. എനിക്ക് ഇരുന്നിങ്ങനെ നോക്കുന്നതിന് മുമ്പ് പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ വരിക, ജ്വല്ലറിക്കുള്ള ദിവസം. അങ്ങനെ ഞാൻ നെട്ടോട്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ചെയ്യാനാണ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കാണിക്കാനുള്ള ഒരു ടൈമിംഗ് കൂടെ വേണ്ടേ നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് എന്താ പറയുക, ഇത് കണ്ടല്ലോ, ഇരിക്കുന്നത് കണ്ടല്ലോ, ഇതൊരു ബെൻഡ് പൈപ്പാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ബെൻഡ് ട്യൂബ് സ്മോൾ സൈസ്, അതിൻ്റെ ഒരു മീഡിയം സൈസ്, അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനൊന്നും അല്ല, ഇതിന് പല ടൈപ്പ് മോഡലുണ്ട്. അതിൻ്റെ ഒരു ഇച്ചിരി ബിഗ് സൈസാണ് ഇത്. അതായത് ഇത് ചോക്കറാകത്തേ ഉള്ളൂ. ഇതാരും ലോങ് ആക്കാൻ നോക്കണ്ട. ഞാനത് നോക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരും നോക്കണ്ട. ഞാൻ നോക്കിയിട്ടുണ്ട്, പരാജയപ്പെട്ടു. അതുകൊണ്ട് ഇത് ചോക്കറാണ്. അപ്പം ഞാൻ ബാക്കിലോട്ടൊക്കെ ക്രിസ്റ്റൽ ഒക്കെ കൊടുത്തു നോക്കി, ഇച്ചിരി കൂടെ ഒന്ന് ഇറങ്ങി കിടക്കുമോ എന്നറിയാം. അപ്പോൾ അത് കൊള്ളത്തില്ല. അപ്പോൾ ഇത് ചോക്കറാണ്. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ബെൻഡ് പൈപ്പിൻ്റെ ലോങ് ട്യൂബ് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ അതിന് ഈ ഒരു സൈസ് മാത്രമല്ല ഉള്ളത്, നമുക്ക് അതിന് നോക്ക്, ഇത് പല മോഡൽ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ചെറിയ സൈസ്. ഇതിന് 4 സൈസുണ്ട് ഈ ബെൻഡ് ട്യൂബിന്. ഇതാണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞ് ഇത്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ 4 ടൈപ്പ് മോഡൽ വരുന്നുണ്ട് അതിൻ്റെ. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ആൻറ്റിക് ജ്വല്ലറി. അത് കഴിഞ്ഞ് സിൽവറും വരുന്നുണ്ട്. അതിനും ഇതുപോലെ തന്നെ സൈസ് വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാദസരങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ അതുകൊണ്ട് എന്താ വരുത്തിയത്, ഇതിന് മുൻപ് എൻ്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് ഇത്രയും മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത്. അപ്പോൾ ഇപ്പം ഞാൻ വരുത്തുന്നത് ഈ ബിഗ് സൈസ് മാത്രമാണ് വരുത്തുന്നത്. കാരണം അതിൽ തൽക്കാലം പോട്ടെന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് പരീക്ഷണങ്ങൾ നടത്താനായിട്ടുള്ള മോഡൽ കുറച്ച് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അഥവാ ആർക്കെങ്കിലും ചെറുത് വേണമെന്ന് ചോദിച്ചാൽ തൽക്കാലം തരാൻ എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെന്നത് പറയും. അപ്പോൾ ഇതാണ് സംഭവം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. ഇത് മാത്രം, മറ്റവരെല്ലാം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പോൾ ഇതിന് ഞാൻ കണ്ടോ, നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ പാലക്കയുടെ ലോക്കറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വന്നിട്ട് ബോൾസ്. ഈ ബോൾസുകളൊക്കെ ഇതുപോലെ നമുക്ക് പല മോഡൽ വാങ്ങിക്കാൻ കിട്ടും. അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇതിനൊക്കെ നമുക്ക് ഒരുപാടൊന്നും നമ്മൾ ഇടത്തില്ല. ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. നല്ല ഇത് ആൻറ്റിക് ബോളാണിതേ. ഇത് കണ്ടോ, ഇത്രയും ബോൾസാണ്. ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട് മാലയുടെയൊക്കെ ഇടയ്ക്കൊക്കെ ഇടുമ്പോഴത്തേക്ക്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് മോഡലാണ്. ഒരു 10-24 ടൈപ്പ് മോഡലുണ്ടെങ്കിലും ഞാൻ അധികം എടുത്തില്ല. കാരണം ഞാൻ കണ്ടെടുക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ചേ വരുത്തിയിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മാറ്റട്ടെ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ആവശ്യമുള്ളത് ഹൂക്ക് ആൻഡ് ചെയിൻ ലോങ് സൈസ്, 6 mm ബീഡ്, ബെൻഡ് പൈപ്പ് ബിഗ് സൈസ്, 12 mm ഡിസൈൻ ബോള്, പിന്നെ നമ്മുടെ ലോക്കറ്റ്, ഗിയർ വയർ, ഗിയർ ലോക്ക്. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഗിയർ വയർ എടുക്കുകയാണ്. അങ്ങനെ ഗിയർ വയർ കട്ട് ചെയ്തു. ഞാൻ ഈ കിറ്റിനകത്തൊക്കെ ഗിയർ വയർ ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് അല്ലെങ്കിൽ ഒടിഞ്ഞൊടിഞ്ഞ് പോകും. പിന്നെ അത് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല ഞാൻ കുറച്ച് തന്നാൽ. അതുകൊണ്ട് ഗിയർ വയറൊക്കെ ഞാൻ ഫുള്ള് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിറ്റൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരമാകുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ കിറ്റിന് ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് ഞാനും അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ അത് ബിഗിനേഴ്സിന് തന്നെയാണ്, അവർക്കത് ഉപകാരമാണ്. അവരതിനകത്ത് അത്രയും ഒക്കെ ചെയ്തു വരുമ്പോഴത്തേ അവർക്ക് ഒന്ന് കൈയൊക്കെ ഒന്ന് വഴങ്ങി കിട്ടുകയും ചെയ്യും, ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്യും. ആ ഒരു കിറ്റിനകത്ത് 7 ഐറ്റംസ് നമുക്ക് ചെയ്യാം. ഈ 7 ഐറ്റംസ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ബ്രേസ്ലെറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ തന്നെ ഹാങ്ങിങ്സ് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ കവറിനകത്ത് തന്നെ വെച്ചേക്കാണ്. പിന്നെ വന്നിട്ട് വള ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ വളയ്ക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുണ്ട്, ചക്കിരി, വെർട്ടിക്കൽ എല്ലാം. പിന്നെ അതിനകത്ത് തന്നെ മാല വൈറ്റാണ് വെച്ചേക്കുന്നത്. അപ്പം മാലയും ചെയ്യാം, വളയും ചെയ്യാം, സ്റ്റഡും ചെയ്യാം. അപ്പോൾ അതെല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് ആ ഒരു 3 കൂട്ടം ആ ഒരു പാക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന് ബെൻഡ് ട്യൂബിൻ്റെയും സകല സാധനങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുവാണ് വെച്ചിട്ടുള്ളത്, പാദസരം വെച്ച്, അങ്ങനെ എല്ലാം കൂടി 7 ഐറ്റംസ് ചെയ്യാൻ വേണ്ടി മാത്രമുണ്ട്. പിന്നെ പോയിട്ടാണ് നമ്മുടെ ബുക്ക്, കട്ടിംഗ് പ്ലെയർ, പ്രസ്സിംഗ് പ്ലെയർ, നൂല്, സൂചി, പശ, ഇതെല്ലാം ഗിയർ വയർ, ഗിയർ ലോക്ക്, ഇലാസ്റ്റിക്, കട്ടിംഗ് പ്ലെയറും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ വെച്ചിട്ടില്ല. ഞാൻ പലരുടെയും കിറ്റ് നോക്കിയിട്ടുണ്ട്. ആ കിറ്റിനകത്തൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല, അപ്പോൾ ആർക്കും ചെയ്തിട്ട് ഫലം ഉണ്ടാകാൻ മുതൽ. അപ്പം നമ്മളൊരു ലാഭം മാത്രം നോക്കാൻ പാടില്ല. മനുഷ്യർക്ക് ഉപകാരമുള്ള രീതിയിൽ നമ്മൾ എന്തും ചെയ്യണം. അവിടെ നമ്മൾ വലിയ ലാഭമൊന്നും നോക്കണ്ട. ഞാൻ വലിയ ലാഭമൊന്നും അതിൽ നോക്കിയിട്ടില്ല കേട്ടോ.
നിങ്ങൾക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ അറിയാം എങ്ങനെയാണ് അതിൻ്റെയൊക്കെ വിലകൾ പോകുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഗിയർ ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി ഞാൻ എപ്പോഴെപ്പോഴും അതിനെപ്പറ്റി പറയണ്ടല്ലോ, അറിയാം. തുടക്കക്കാരാണ് കാണുന്നെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടി എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടോ. ദോഷമൊന്നുമില്ല കേട്ടോ, ഒരു ദോഷവും ഇല്ല. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ 6 mm ആരുടെയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എൻഡിലിട്ടോ. ഞാനിപ്പോൾ അത് മറന്നു പോയായിരുന്നു. ഞാനിപ്പോൾ വെർട്ടിക്കലിൻ്റെ വേറൊരു ഡിസൈൻ ബോൾ, എന്ത് ബോളായാലും കുഴപ്പമില്ല, കുറച്ച് വലുതായിരിക്കണമെന്ന് മാത്രം. 6 mm ഒക്കെ ആയിരിക്കണം. ഇതിൻ്റെ എൻഡിൽ നമുക്ക് കൊടുക്കണം. എപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എല്ലാത്തിലും 6 mm അല്ല കൊടുക്കുന്നത്, സൈസ് അനുസരിച്ചായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ബെൻഡ് പൈപ്പ് എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അടഞ്ഞു നിന്നോളും. പിന്നെ ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. വേറെ പരിപാടി ഒന്നും ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴും ഇത് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇങ്ങനെ ഇടുക. പിന്നെ ഇത് ഒരു ഐഡിയ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മറ്റ് പല ഐഡിയകളും തോന്നുമെങ്കിൽ ചെയ്ത് നോക്കണം. ഞാനൊക്കെ ദാണ്ട് ഇതേ നൂല് വെച്ച് തന്നെ പല ഐഡിയാസ് ഒരേ നൂല് വെച്ച് തന്നെ ചെയ്ത് നോക്കിയിട്ട് ആ ലാസ്റ്റാണ് കൊണ്ടുവന്ന് ഫൈനൽ എത്തിക്കാറുള്ളത്. ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ. ഇതുപോലത്തെയൊക്കെ ലോക്കറ്റുകളൊക്കെ എല്ലാവരുടെ കയ്യിൽ കാണുമല്ലോ. ആ ലോക്കറ്റുകളൊക്കെ ഇതുപോലെ യൂസ് ചെയ്യുക. ഈ ലോക്കറ്റ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന 2 ഹൂക്കുമാണ്. പക്ഷെ നമ്മളിങ്ങനെ പോയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വന്നിട്ട് നമ്മളിങ്ങനെ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗിയർ വയർ ഒടിയാതൊക്കെ നോക്കണം. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, അതിനെ പിന്നെ കാശിന് കൊള്ളത്തില്ല. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇവരെക്കാൾ ഇഷ്ടപ്പെട്ട ഇവരെ. പിന്നെ എല്ലാവർക്കൊക്കെ ഗിഫ്റ്റ് കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേ പേർക്കൊക്കെ ഫസ്റ്റ് തന്നെ കിട്ടി. 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ അയച്ചത്. കിട്ടിയവരൊക്കെ സന്തോഷങ്ങളൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു 10ഓളം പേർക്ക് എനിക്ക് മെറ്റീരിയൽസ് അയക്കാൻ സാധിക്കാതെ കിടക്കുകയാണ്. കാരണം ഞങ്ങളുടെ മെമ്മറി വെയർ തീർന്നു. കാരണം മെമ്മറി വെയർ വന്നതെല്ലാം തീർന്നു. ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് പറയുന്നുണ്ട്. ഈ വളയൊക്കെ ഇടാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഈ കൊച്ചു പിള്ളേർ തൊട്ട് വലിയവർക്ക് വരെ ആ കയ്യിൽ അത് കറക്റ്റായിരിക്കാം മെമ്മറി വള. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം വന്നത്. പക്ഷേ ഇത്രമാത്രം പോകുന്നത് ഞാനും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് സംഭവങ്ങളും തീർന്നു. അപ്പം ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ മെമ്മറി വയർ കിട്ടാനില്ല. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് വിളിച്ച് പറഞ്ഞ് സാധനം വരുന്നുണ്ട്, ഇന്ന് എത്തുകയുള്ളൂ. അപ്പോൾ ഇന്ന് എത്തുമ്പോൾ തന്നെ ഇത്രയും പേർക്ക് ഞാൻ ഉടൻ തന്നെ സംഭവങ്ങൾ അയക്കാം, സാധനങ്ങൾ അയക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം എടുത്തു വെച്ചേക്കാം, ബാക്കി എല്ലാം എടുത്തു വെച്ചേക്കാം. ഈ ഒരു മെമ്മറി വയറിനെ പ്രതിയാണ് മാറ്റി വെച്ചേക്കുന്നത്. ഇന്ന് എന്തായാലും എത്തും. അവർ കൊറിയർ ചെയ്തിട്ടുണ്ട്, അതിന് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, ഇതാണോ നല്ലത്, അതാണോ ഏതാണെന്നൊക്കെ. ഇതല്ലേ നല്ല രസം വരുന്നത്, നല്ല രസമല്ല. ഇതൊന്നും ചുരിദാറിനല്ലെന്നല്ല, ഇതൊക്കെ സാരിക്കാണെന്നല്ല. ഞാൻ ഇത്രയും വലുതിട്ടത് എന്തിനാണെന്നറിയാം, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയും വലുതിട്ടേക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മളിനി ലോക്ക് ചെയ്താൽ മാത്രം മതി. ലോക്ക് ചെയ്യുന്നതറിയാമല്ലോ, എങ്കിലും ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയുകയാണ്. പണ്ട് ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ഏഷ്യാനെറ്റുകാരെങ്ങനെയാണെന്നറിയാം, അവർ ദൂരെ നിന്ന് ക്യാമറക്കാരാണല്ലോ ഇങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഈ ചെറിയ സാധനം എൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നതായിരിക്കും, അതൊക്കെ ഒന്നും അവരെടുക്കത്തേയില്ല. എനിക്കാണെങ്കിൽ അതൊക്കെ ഞാനും വീഡിയോ കാണത്തില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും. കാര്യം എനിക്കേ മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, ഒന്നീ നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ സജ്ജീകരണം ചെയ്യണം. അങ്ങനെ പിന്നെ അവരെന്ത് ചെയ്യുമെന്നറിയോ, എനിക്ക് പിന്നീടുള്ള ഷൂട്ടെല്ലാം എനിക്ക് മുകളിലായിട്ട് ഒരു ക്യാമറ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് സംഭവം ഇരുന്നാലും ആളുകൾക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരങ്ങൾ ചെയ്തിരുന്നു. ഞാൻ എത്ര വർഷമായിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ വർക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ജ്വല്ലറി മേക്കിംഗ് കേട്ടോ, വേറൊന്നുമല്ല. പിന്നെ ഇതാണ്, നിങ്ങളിത് ശ്രദ്ധിച്ചോണം. ഞാൻ പലപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും വീഡിയോസ് ഇത്രയും ചെയ്യുന്നത്. അപ്പോൾ ഈ മുത്തിനകത്തൂടെയാണ് നമ്മൾ കയറ്റുന്നത്. ഞാൻ ഇതുവരെ ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. കണ്ടോ, നമ്മുടെ മുത്തയുടെ പോയി ഇതിനകത്തിരിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വലിക്കണം. ഗിയർ ലോക്ക് ഇവിടെ കിടക്കുന്നു, നമ്മുടെ ആ ഒരു നമ്പർ 6ൻ്റെ ഒരു മണി ഇവിടെ കിടക്കും. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ വലിക്കുമ്പോൾ അതാണ്ട് കണ്ട വലിയുന്നുണ്ടോ, കണ്ട ഇങ്ങനെ വലിഞ്ഞ്. ഇനി നമ്മളിതിനെടുത്ത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആ തിരുക്കും ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഒരു ദിവസം ഒരിക്കൽ കൂടി ആ തിരുക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങളുടെ മെയിൻ റോഡാണ് കണ്ടോ, ഭയങ്കര ഈ 108 ഒരുപാട് പോകുന്നൊരു സ്ഥലമാണ് ഇത്, പൂജപ്പുരക്കൂടെ. ഇപ്പം കണ്ടില്ല, ഒരുത്തൻ വായു ഗുളിക വാങ്ങിക്കാൻ പോയിക്കാൻ. ഇവിടെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ വായു ഗുളിക വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്. പിന്നെ രാത്രി ഒരു 11 മണിക്ക് ശേഷം വായു ഗുളിക വാങ്ങാൻ പോകുന്നവരുണ്ട്.
എന്തോ പറയാനാ, ഈ സമയമൊക്കെ നമ്മൾ ഇറങ്ങരുത്. ഇവന്മാർ വായു ഗുളിക വാങ്ങിക്കാൻ പോകുന്ന സമയമല്ലേ, വല്ല മണ്ടേ കൂടെ ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഇവന്മാർക്ക് ഒന്നും പറ്റത്തില്ല. ഭയങ്കര തൊലിക്കട്ടി അവനൊക്കെ. അല്ല പിന്നെന്താ പറയുക. ഇത് കണ്ടോ, ഇത് പിന്നെ നിങ്ങൾക്ക് ഇത്രയും നമുക്ക് ലെന്ത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഒരു എസ്കൊളുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു എസ്കൊളുത്ത് ഞാൻ ഇതിനങ്ങനെയാണ് ചെയ്തേക്കുന്നത് കണ്ടോ, ഒരു എസ്കൊളുത്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇട്ടേക്കും. അപ്പം രണ്ട് സൈഡിലും കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കിടക്കും. ഇത് മറ്റേതാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഇവർ ലെന്ത് ഒരുപോലാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല, നിങ്ങളെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതല്ലേ നല്ല രസമല്ലേ, സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അമ്പലത്തിലൊക്കെ പോകുന്ന സുന്ദരികളായ പെൺകുട്ടികളും ഒക്കെ ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ നല്ല പട്ട് സാരിയൊക്കെ എടുത്ത് സെറ്റും മുണ്ടൊക്കെ എടുത്ത് പോകുമ്പോൾ എന്താ ഭംഗി. അത് നിങ്ങളൊക്കെ ഇട്ട് പോകുമ്പോൾ ഞാനൊക്കെ നോക്കി നിൽക്കും. എനിക്ക് നോക്കി നിൽക്കുന്നതാണ് ഇഷ്ടം. അത് വായി നോക്കിയല്ല, ഇങ്ങനെയൊക്കെ ഇട്ട് പോകുന്നത്, നല്ല സാരിയൊക്കെ ഉടുത്ത് പോകുന്നത്, നല്ല കാണാൻ അഴകുള്ളവരെയൊക്കെ നോക്കി നിൽക്കുന്ന പരിപാടിയാണ് എൻ്റെ പരിപാടി. ഇത് കണ്ടോ, വുഡിൻ്റെയാണിത്. ചോദിക്കല്ലേ, എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. വുഡിൻ്റെ ഒരു വെയ്റ്റ്ലെസ്സാണ്, ഭയങ്കര ഒട്ടും വെയിറ്റില്ല, കാറ്റത്തിങ്ങനെ പറന്ന് പോകുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പർച്ചേസിന് പോവാണ് അടുത്ത മാസം. അപ്പോൾ 3 ദിവസം വീഡിയോസ് കാണത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം വീഡിയോ കാണത്തില്ലെന്നുള്ളത്. അപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല സംഭവങ്ങൾ കൊണ്ടുവരാം. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലിപ്പോൾ അവർക്ക് ഈ ഒരു ജ്വല്ലറിയുടെ ഒരു ഐറ്റംസ് തന്നെ അവർക്ക് ഉണ്ട്. അവർ സ്റ്റേറ്റ് ലെവലിലും ഒക്കെ അവർ പോകുന്നുണ്ട്, പ്രൈസ് വാങ്ങിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അവർ ബീഡ്സ് വർക്കുകളാണ് കൂടുതലും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അത്ര പിടിയില്ലെങ്കിലും ഞാൻ അന്വേഷിച്ചിട്ട് വെയ്റ്റ്ലെസ്സായ ബീഡ്സാണ് അവർക്ക് ആവശ്യം, അല്ല വെയിറ്റുള്ള ബീഡ്സേ അല്ല ഇതിനൊക്കെ ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് വീഡിയോസും ചെയ്യാം. കുട്ടികൾക്കൊക്കെ എത്രമാത്രം സ്പീഡിൽ ചെയ്യാൻ പറ്റും മാക്സിമം. കൊച്ചു പിള്ളേരുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും സ്പീഡിൽ പോകുന്ന 3 മണിക്കൂറെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 മണിക്കൂറിനകത്ത് മാക്സിമം നല്ല കാണാൻ നല്ല ലുക്കുള്ള ജ്വല്ലറികൾ ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടുന്നത്. അങ്ങോട്ട് സ്റ്റേറ്റ് തലത്തിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ പഠിപ്പിച്ച 2-3-4 സ്കൂളുകളുണ്ട്. എറണാകുളത്തുണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലത്തു നിന്ന് 2-3-4 സ്കൂളുകളുണ്ട്. അവർ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരെന്നെ വിളിച്ച് പറയുന്നുണ്ട്. കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്പീഡപ്പാണ്. പിന്നെ ഇതിന് കുറച്ചൊക്കെ ടാലൻ്റ് കൂടെ വേണം. അല്ലാതെ ചുമ്മാ നമ്മൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയുമാണ്, അതാണ് ഏറ്റവും സുഖമുള്ളത്. അല്ല ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കാനൊന്നും ഇരിക്കണ്ട. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല നല്ല സംഭവങ്ങൾ കൊണ്ടെത്തിക്കാം. പല സ്ഥലത്തും ഇങ്ങനത്തെ ഐറ്റംസ് ഇല്ല. ഒരു ലെയർ കിട്ടുമെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു സൈസ് അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജ്വല്ലറി ചെയ്യുന്നവരായതുകൊണ്ടാണ് എനിക്കിതൊക്കെ മനസ്സിലാകുന്നത്, ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് കടക്കാരെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ബിസിനസ്സാണ്. അതേസമയം എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് ഓരോ സംഭവങ്ങളും അറിയാം. ഇന്നതെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ടുപുറകെ എന്തെടുക്കണം എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ വരുന്ന എല്ലാ സാധനങ്ങളും കാണും. ഇപ്പം ഇതുവരെ ഞാൻ പർച്ചേസിന് പോയിട്ടില്ലായിരുന്നു. ഇനിമേൽ പോകാൻ പോവാണ്. പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല സംഭവങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ ഇട്ട് നോക്കാം കേട്ടോ. ഈ മാങ്ങാമാലയൊക്കെ ശ്രദ്ധിച്ചോ. സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പിടിക്കും നമ്മളെ ആൾക്കാർ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യരും നമ്മളെ പിടിക്കില്ല. കാരണം സ്വർണ്ണം തോറ്റുപോകും. അത്ര നല്ല ഫിനിഷിങ്ങോടുകൂടി ഗോൾഡൻ ടച്ചോടുകൂടിയാണ് അവർ ഓരോ ലോക്കറ്റുകളും ഇറക്കിയിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഞാൻ പണ്ടും എൻ്റെ കൊച്ചിലെ എനിക്ക് ഒരു ചെറിയൊരു കമ്മൽ, ഒരു ചെറിയൊരു മാല, ഒരു ചെറിയൊരു മോതിരം, ഒരു വള ഉണ്ടായിരുന്നോ സംശയമുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത്രയൊക്കെ ഞാൻ അന്ന് തൊട്ട് എൻ്റെ കല്യാണം വരെ ഞാൻ എൻ്റെ കാതിലൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കിടന്നത്. കല്യാണത്തിന് ശേഷവും സ്വർണ്ണമൊക്കെ ഇഷ്ടംപോലെ തന്നു. പക്ഷെ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. അന്നും ഇന്നും ഞാൻ സ്വർണ്ണത്തോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം. ഇതേ എനിക്ക് ചേരൂ. കാരണം ഏത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ആ മാച്ചിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന സ്വർണ്ണം പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു നല്ല ലുക്കാണ്. എത്ര കാണാൻ കൊള്ളത്തില്ലെങ്കിലും ശരി, അതൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ. മതി. അംഗവൈകല്യം ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം. ചിലർ പറയല്ലോ ഭയങ്കര എന്തൊന്ന് സൗന്ദര്യം ഇരിക്കുന്നതെന്ന് പറയും. പക്ഷേ അതൊന്നും അല്ല സൗന്ദര്യം എന്ന് പറയും. അപ്പോൾ നമ്മൾ ജ്വല്ലറി ആയിട്ട് വന്നവർ എല്ലാ കഥകളും പറഞ്ഞാണ് പോകുന്നത്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അതിന് പറ്റിയ ജിമിക്കിയാണ് ഇതിൻ്റെ.
പക്ഷേ ഞാൻ ജിമിക്ക് ഇടത്തില്ല കേട്ടോ, എനിക്ക് ജിമിക്കോട് താല്പര്യമില്ല. ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? ഞാൻ അടുത്തത് കാണിച്ചു, കൊള്ളാമോ? അപ്പോൾ ഞാൻ ചെയ്ത മോഡലുകളൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് മോഡൽ വേണം. അപ്പോൾ ഓക്കെ, ബൈ.